ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്വേഷിക്കുന്നതെല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ അന്വേഷിക്കുന്നത് വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണെങ്കിൽ, അന്വേഷിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്താം, ചിലപ്പോൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. നമ്മളൊരു നല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടല്ലേ ഓരോ തവണയും തിയേറ്ററിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്നത്. പക്ഷേ എപ്പോഴും അത് വിജയിക്കാറുണ്ടോ? എന്തായാലും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അന്വേഷണ കഥകൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ദിഖ് സാർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയല്ല, വെബ് സീരീസ് അല്ല, ഒരു ഓഡിയോ ബുക്ക് സീരീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. CI സ്വാമിനാഥൻസ് കേസ് ഡയറി. കഷായ കൊലക്കേസ് അന്വേഷിക്കാനാണ് CI സ്വാമിനാഥൻ ആദ്യമായിട്ട് വരുന്നത്. രഞ്ജു കിളിമാനൂർ രചന നിർവഹിച്ചിട്ടുള്ള CI സ്വാമിനാഥൻസ് കേസ് ഡയറിയിലെ ഫസ്റ്റ് സീസൺ ആരംഭിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ക്ലാസിക് രചനകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ വായിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ പുസ്തക വായന നടക്കും. ഇപ്പോൾ തന്നെ CI സ്വാമിനാഥൻസ് കേസ് ഡയറി നമുക്ക് ആസ്വദിക്കണം. ഒരു വെബ് സീരീസോ സിനിമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണണ്ടേ? ഇതങ്ങനെയല്ല. നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നതിനിടയിൽ ഹെഡ്ഫോണിൽ നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീലോടുകൂടി, അതും സിദ്ദിഖ് സാറിൻ്റെയൊക്കെ വോയിസിൽ അത് കേൾക്കണം, എന്ത് രസമാണെന്നറിയോ ഡയലോഗ് ഡെലിവറിയൊക്കെ. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുക്കു FM നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. ഏത് സ്പീഡിൽ കേൾക്കണമെന്നുള്ളത് പോലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഓപ്ഷൻ തരുന്ന പ്ലാറ്റ്ഫോമാണ്. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഇനി അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപമുണ്ട്. അതായത് ഇന്നത്തെ പോലത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയൊന്നും ഇല്ലാതിരുന്ന കാലത്തെ പോലീസ് അന്വേഷണ പരിപാടികൾ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഇപ്പോൾ ഡോക്ടർ B ഉമാദത്തൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇൻറ്റ്യൂഷനാണ്, അയാളുടെ മനസ്സിലെ കാൽക്കുലേഷൻസിലെ കൃത്യതയാണ് പല കേസുകളും തെളിയാൻ കാരണമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന സിനിമകളിലേക്ക് പോലെ ആ ട്വിസ്റ്റഡ് ഈ ട്വിസ്റ്റഡ് എന്ന് പറയുന്ന പോലത്തെ വലിയ ട്വിസ്റ്റ് പരിപാടികളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. എങ്കിലും അതൊരു സാറ്റിസ്ഫൈയിങ് പരിപാടിയാണ്. എനിക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടവുമാണ്. അതാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്. സത്യം പറയാലോ, ട്രെയിലർ എന്താണോ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്, ട്രെയിലർ എന്താണോ സിനിമയെക്കുറിച്ചൊരു മുൻധാരണ തന്നിട്ടുള്ളത്, അത് അതുപോലെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിച്ചിലോ എഴച്ചിലോ ബോറടിയോ അല്ലെങ്കിൽ ഇല്ലോജിക്കലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിനേക്കാൾ നല്ല രസമുള്ള ഒരു പടം. പക്ഷേ അതിൻ്റെ പേസ് ഒരു ഇച്ചിരി കുറവാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടറാണ്. ടൊവിനോയുടെ മാത്രമല്ല, ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ക്യാരക്ടറൈസേഷൻ ഗംഭീരമാണ്. അതായത് ടൊവിനോ ഫസ്റ്റ് വന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്, ഒരു മഴയത്തൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ മുതൽ, അതായത് നിങ്ങൾ ഈ പഴയ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില ഫോട്ടോസൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ പോലീസുകാർ നിൽക്കുമ്പം അവരുടെ ഒരു നിപ്പ്, ആ ഒരു ശരീരപ്രകൃതി, അവരുടെ മീശയുടെ ഷേപ്പ്, അവരുടെ നോട്ടം, അത് അങ്ങനെ ഒരു ഫോട്ടോയിൽ നമ്മളിങ്ങനെ പിടിച്ചിറക്കിയതുപോലെ ടൊവിനോ, അതായത് ടൊവിനോ തോമസ് ആണ് അത് എന്നുള്ളത് നമ്മളങ്ങനെ ചിന്തിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകില്ല. അത്രയും രൂപം കൊണ്ട് ആ ക്യാരക്ടറായി മാറാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. സിനിമയിൽ ഒരിടത്തും ഞാൻ ടൊവിനോ തോമസിനെ കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ടൊവിനോ എന്ന് പറയുന്ന താരമില്ല, ആ ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. അതും എടുത്താൽ പൊങ്ങാത്ത തള്ളൊക്കെ ആദ്യമേ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരു പോലീസ് കഥാപാത്രമൊന്നുമല്ല. ഒരു പുതിയ ചെറുപ്പക്കാരൻ പോലീസ് ജോലിയിലേക്ക് വരുന്നു, അയാളുടെ ആത്മാർത്ഥതയും ആവേശമൊക്കെ കൊണ്ട് അയാൾ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ, ആ രീതിയിൽ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിനിമ മുന്നോട്ട് പോവാണ്, താരത്തിനല്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ടൊവിനോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോടൊപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അതിൻ്റെ പ്ലേസ്മെൻറ്റ്, അയ്യോ അത് അടിപൊളിയാട്ടോ. അതായത് ആ ക്യാരക്ടേഴ്സ്, പൊതുവേ നമ്മളിങ്ങനെയുള്ള അന്വേഷണ സിനിമകൾ ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും എന്ന് പറയുമ്പോൾ മെയിൻ പോലീസുകാരൻ ബുദ്ധിപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പുറകെ നടക്കുന്ന ആളുകൾ ഇങ്ങനെ യെസ് സർ, ഓക്കെ സർ, ഗോ സർ, വാ സർ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യം ടീം ബിൽഡിംഗ് ഉണ്ട്. അതായത് ഒരു ഇടിയനുണ്ട്, ഒരു മടിയനുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് പോലും തിരിച്ചറിയാനാവാത്ത രീതിയിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ വായിച്ചെടുക്കുന്ന പോലീസുകാരൻ. നിങ്ങൾ പോലീസുകാരുമായിട്ട് കൂടുതൽ കണക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒറിജിനൽ ആയിട്ടുള്ള ഒരു കിടിലൻ ടീമാണ് അവർ. എല്ലാവർക്കും അവരുടെ റോളുകളുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ എന്നെ ഞെട്ടിച്ചത്, അല്ലെങ്കിൽ ആ തുടക്കത്തിനെ നല്ല ഇടിവട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോട്ടയം നസീറും അസീസ് നെടുമങ്ങാടും കൂടി ചേർന്നിട്ടാണ്. അതിൻ്റെ കൂടെ നന്ദു, വെട്ടുകിളി പ്രകാശ്,
അയ്യോ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് ആ ഫസ്റ്റ് ഹാഫിനെ അങ്ങനെ നിർത്തുന്നത്. അത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും സിനിമയ്ക്കൊരു സ്ലോ പേസ് ഉണ്ട്, അത് മനസ്സിൽ വെക്കുക. അത് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ പെർഫോമൻസുകളെ നിങ്ങൾക്ക് അത്രയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സ്പോയിലർ ആവാൻ ഇടയുള്ള 1-2 മെൻഷൻസ് കൂടിയുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മക്കളെ, നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ അന്വേഷണ രീതിയാണ്. പലപ്പോഴും ഈ കൊട്ടിഘോഷിച്ച് വരുന്ന പല അന്വേഷണ സിനിമകളും, ഈവൻ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഭാഗ്യം കൊണ്ട് മാത്രം വന്ന് വീഴുന്ന തെളിവുകളില്ലേ, അത് വെച്ചിട്ടാണ് ഇവർ കേസ് തെളിയിക്കുക. എന്നിട്ട് മറ്റേ ഞെളിഞ്ഞ് നിന്നിട്ട് എല്ലാം തെളിയിച്ചവരാണ് ഞങ്ങൾ എന്ന ഭാവത്തിലൊക്കെ നിൽക്കുമല്ലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് വീഴാനുള്ള തെളിവുകളൊന്നുമല്ല. ഇവർ കഷ്ടപ്പെട്ട് അന്വേഷിക്കുന്നതാണ്. പുറകെ നടന്ന് അന്വേഷിച്ച് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ആ അന്വേഷണ രീതി എനിക്ക് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. താരത്തിനാവുമ്പോഴാണ് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ് കൈയടിക്കുക. പക്ഷേ ഇവിടെ കഥയാണ്, ആ അന്വേഷണ രീതിയാണ് എന്നെ സംബന്ധിച്ച് വളരെ എൻഗേജിംഗ് ആയിട്ട് അനുഭവപ്പെട്ടത്. ഓരോ സ്ഥലത്തും അന്വേഷിച്ച് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങളെടുത്ത് അതിനെ ക്രോഡീകരിച്ച് പതിയെ ബിൽഡ് ചെയ്ത് വരുന്ന ആ അന്വേഷണ പരിപാടി അടിപൊളിയായിരുന്നു. അടുത്ത പോസിറ്റീവ് വിഷ്വൽ സൈഡാണ്. VFX പരിപാടികൾ അവർ പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ അതൊന്നും മോശമല്ല. ഈ സിനിമ ഇത് നമ്മൾ ഉണ്ടാക്കുന്നൊരു ഫീൽ അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ഷമിക്കബിളാണ്. ആൻഡ് അവർ ആ കാലഘട്ടത്തിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി അത് അടിപൊളിയാണ്. അതിൽ ഈ എക്സ്ട്രാ കാലഘട്ടം സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് അതും കൂടി ഈ വിഷ്വലിൽ കാണിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. കൃത്യമായിട്ട് ആ കാലഘട്ടത്തിനെ മാർക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ വളരെ മിനിമലായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. മ്യൂസിക്കിനോട് എനിക്കുള്ള റെസ്പെക്റ്റ് എന്താണെന്നറിയോ? പലപ്പോഴും സിനിമകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മുകളിൽ നിൽക്കും. സിനിമയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നമ്മളിങ്ങനെ പടച്ച് നിൽക്കും. അല്ലെങ്കിൽ സിനിമയിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കയറി നിൽക്കുന്നത് കൊണ്ട് സിനിമയ്ക്ക് മോശമൊന്നും ഉണ്ടാകുന്നില്ല. സിനിമയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ കഥ പറച്ചിലിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മ്യൂസിക്കിൻ്റെ പരിപാടി. അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ മ്യൂസിക് സിനിമയ്ക്കൊപ്പമാണ് പോകുന്നത്. എങ്ങനെയാണോ ആ സിനിമയുടെ ഗ്രാഫ് കൂടി വരുന്നത് അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആവുന്നത്, അവിടെയൊക്കെ കറക്റ്റായിട്ട് ആ മ്യൂസിക് കയറി ഇറങ്ങിപ്പോയിട്ട് അതൊരു നല്ല രസമുള്ള പരിപാടിയായിരുന്നു. സന്തോഷ് നാരായണൻ്റെ സംഗീതമാണ്. അവിടെ നമ്മൾ അടിവരെ ഇട്ടു. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയണ്ടല്ലോ. അടിപൊളി മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സൗണ്ടിങ് അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. പിന്നെ ഇതിലെ ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ആവേശം നിറച്ച് തകർത്തിട്ട് എൻ്റെ മോനെ എന്തൊരു ബ്രില്യൻ ട്വിസ്റ്റാണ് എന്ന് പറയാനുള്ള ഒരു ഫീലിലേക്ക് സിനിമയും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. സിനിമയും നമ്മൾ ഈ പറയുന്ന പോലെ വലിയ കോരിത്തെരിപ്പിക്കുന്ന ട്വിസ്റ്റാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ കോരിത്തെരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തരേണ്ട ഒരു തരിപ്പുണ്ട്, അത് സിനിമ തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിങ് ആണ്. അവരൊക്കെ എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇനിയും ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾക്കുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയെ ബാധിച്ചിരിക്കുന്ന പുതിയ ഭൂതമാണ്. അതിങ്ങനെ എല്ലാ സിനിമകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിട്ടു തരുന്നത് പോലെ അത് ഓപ്പണായിട്ട് ഇടുന്നു എന്നേ ഉള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ട്. മിക്കവാറും പല സിനിമയ്ക്ക് അത് ഉണ്ടാവില്ല. എൻഡിങ് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വളരെ ആവറേജ് ആയിട്ടുള്ളൊരു എൻഡിങ് കാണിച്ചിട്ട് പോകുന്ന പരിപാടിയൊക്കെയാണ്. ഇവിടെ ഈ സിനിമ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ ഒരു ഓപ്പണിംഗ് ഇടാം. പ്രത്യേകിച്ച് ഈ കഥാപാത്രങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് ഇനിയൊരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി ആവേശം ഉണ്ടാവും. അങ്ങനെ ഇത്രയും പോസിറ്റീവ്സ് പറയുമ്പോൾ നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സമീപകാലത്തൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ഈ ത്രില്ലിംഗ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, കേസന്വേഷണ പടങ്ങളൊക്കെ, അതിലൊക്കെ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്വിസ്റ്റൊക്കെ ഇട്ട് നമ്മളെ ഞെട്ടിച്ച് അങ്ങനൊരു കാര്യം ഇങ്ങനൊരു കാര്യം, പിന്നെ ടെക്നോളജിയിലെ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയിലില്ല. ഇത് 1993 എന്ന് വെച്ചാൽ എനിക്ക് 3 വയസ്സുള്ള സമയത്ത് ഒരു 4 പോലീസുകാർ അവരുടെ കഴിവും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കുണ്ടായിരുന്ന പരിമിതികളെയൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണവും അതിലെ മികവും അതുകൊണ്ടുണ്ടായിട്ടുള്ള ചില പുരോഗതികളുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്ലോ പേസ് സ്വഭാവമുണ്ട്. അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ശരിക്കും ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് സർജൻ്റെ അനുഭവക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്കിതിൽ കൂടുതൽ തോന്നിയത്. ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അനുഭവക്കുറിപ്പൊക്കെ വായിക്കുന്ന പോലെ. സോ അതൊരു നെഗറ്റീവല്ല, ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു സ്ലോ പേസിൽ പോകുന്നൊരു അന്വേഷണ അനുഭവം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളൊരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻജോയബിൾ ആയിട്ടുള്ളൊരു പടം. അതാണ് എന്നെ സംബന്ധിച്ച് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.